ജനകരാജന്റെ പൂമോൾ സീത മനോഹരി സ്വയംവരമുറപ്പിച്ചന്നേ. ജയം വേണം ത്രയംബകം വില്ല് കുലച്ചിട്ട് ആയൂരിൽ വധുവായെന്നേ. വധുവാക്കാൻ കുമാരന്മാരേറെ ശ്രമിച്ചിട്ട് നടന്നില്ല, വില്ലുയർന്നില്ല. വിവരങ്ങൾ അറിഞ്ഞാരെ നെഞ്ചിലൊരു പൂതി ശ്രീരാമനുടർന്നുവല്ലോ. പരസ്പരം സഹായിക്കാൻ കരാറായ സമയത്ത് പറന്നു രാവണൻ പോയ കഥയൂരത്ത്. കരമിൽ പവിഴം പോലൊരു നല്ല മഹിളാമുത്ത് പണ്ടം പൊതി കെട്ടിറിഞ്ഞൂവി നിതാ താഴത്ത്. തിരിച്ചറിഞ്ഞതാ രാമൻ പ്രിയതമയുടെ പണ്ടം. തരുണീതൻ സുവർണമാലകളും മറ്റും മിഴുനീർത്തൊരു തൂരെ പ്രവഹിച്ചു നടന്നു ചുറ്റും. എൻ്റെ തരുൾ തങ്ക കരളേ നീ എവിടെ ചാറ്റും. മാപ്പിള രാമായണമാണേ. ഒരു സൈഡ് പള്ളി തകർക്കുമ്പോഴേ നമുക്ക് ഈ മാപ്പിള രാമായണമൊക്കെ ചൊല്ലിക്കൊടുക്കാനല്ലേ പറ്റൂ. ഇതിലെ കഥയെങ്കിലും കേട്ടിട്ട് ഈ മനുഷ്യർക്ക് കുറച്ചെങ്കിലും ബോധം വരുന്നെങ്കിലും വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ എന്ത് പറഞ്ഞിട്ടാണ് ഈ മനുഷ്യരെയൊക്കെ മനസ്സിലാക്കുന്നത്? മാതൃകാ പുരുഷനായ ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആഘോഷങ്ങൾ കടന്നു വരുമ്പം ഇന്ത്യയിൽ പലർക്കും ഇപ്പം ചെറിയൊരു ഭയം വരികയാണ്. കാരണം കൊണ്ടല്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. അതിലൊന്നാണ് ഇപ്പൊ കണ്ടത്. നമ്മളെന്ത് പറയാനാണ്? ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ മനസ്സിലാക്കേണ്ടതേ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് റിയാലിറ്റി അല്ലേ. നമ്മൾ റിയാലിറ്റിയിലാണല്ലോ ഇപ്പൊ ജീവിക്കുന്നത് അല്ലേ. നമ്മൾ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു വേള ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഞാനത് വെറുതെ പറഞ്ഞതല്ല. ഇത് സാക്ഷാൽ CV വാസുദേവ ഭട്ടതിരിയുടെ ഭാരതീയ ദർശനങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതിൽ കൃത്യമായി എഴുതുന്നുണ്ട് പുരാണങ്ങളും ഇതിഹാസങ്ങളും സംഭവകഥകളാണെന്ന ധാരണ ശരിയല്ല. അവ അർത്ഥവാദമാണ്. ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥകൾ എന്നർത്ഥം. ഇത് വെറുതെ പറയുകയല്ല. ഇതിന് ആന്തരികമായും ബാഹ്യമായും തെളിവുകൾ ഏറെ ഉണ്ടെന്ന് അദ്ദേഹം പറയാണ്. ശേഷം മഹാഭാഗവതത്തിന്റെ ചില ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം അദ്ദേഹം ഇങ്ങനെയാ പറയുന്നത്: ലോകത്തിൽ പേര് കേൾപ്പിച്ച് മരിച്ചുപോയ മഹാന്മാരുടെ ഈ പറഞ്ഞ കഥകളുണ്ടല്ലോ, അതെല്ലാം അങ്ങേക്ക് ജ്ഞാനവും വൈരാഗ്യവും ഉളവാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചവയാണ്, ഒന്നും സത്യമല്ല. അപ്പം ഞാനും നിങ്ങളും അടക്കമുള്ള മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്നവർ നമ്മൾ റിയാലിറ്റി ആണല്ലോ. ഈ റിയാലിറ്റിയിൽ നന്മയുടെ കഥാപാത്രങ്ങളായി നമുക്ക് ധർമ്മോ അധർമ്മോ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി നന്മയുടെ കഥാപാത്രങ്ങളായി അവർ ഉണ്ടാക്കിയെടുത്ത കഥകളുണ്ടല്ലോ, ആ കഥകളിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും പരസ്പരം തല്ലുകയാണ്, കൊല്ലുകയാണ്, ആളുകളെ അടിച്ചോടിക്കുകയാണ്, വീടുകൾ തകർത്ത് കളയുകയാണ്. എന്തിന്? അവരുടെയൊക്കെ ആരാധനാലയങ്ങളുടെ മുമ്പിൽ വന്ന് ഗോഷ്ഠി കാണുകയാണ്. ഒരു വേള ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞതാണ്. വിരോധവും വിദ്വേഷം കൊണ്ടെന്ന് പറഞ്ഞല്ല. സ്നേഹനിധികളെ, നമ്മളൊക്കെ പരസ്പരം ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ. നമുക്ക് വേണ്ടത് സമാധാനമാണ്. ഏത് വിശ്വാസമായിക്കോട്ടെ അത് ഉൾക്കൊള്ളുക. പക്ഷെ അതിന്റെ പേരിൽ കലഹിക്കാൻ നിൽക്കരുത്. അങ്ങനെ വന്നാൽ ഏത് ആശയത്തിന്റെ ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണ് നമ്മൾ കലഹിക്കുന്നത്, അത് അങ്ങേയറ്റം മോശമാണെന്നേ ജനങ്ങൾ മനസ്സിലാക്കൂ. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരു പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്കാണ്: മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി. അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകണം. കറി ഏതായാലും സദ്യ നന്നായ മതി. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഏതെങ്കിലും കറികൾ ഉണ്ടെങ്കിൽ സദ്യ നന്നാവൂ? ഇല്ല. ആ സദ്യയെ ആസ്വാദകരമാക്കി നന്നാക്കാൻ കഴിവുള്ള തരത്തിലുള്ള കറിയായെങ്കിലേ സദ്യ നന്നാകൂ എന്ന് പറയുന്ന പോലെ മതം ഏതായാൽ പോരാ. ആ മതത്തെ ഒരു മനുഷ്യനെ നന്നാക്കാൻ കഴിയുന്ന മതമാണെങ്കിലേ ആ മതം കൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.